And welcome back to another Mandala episode and welcome to Nalanda Academy. So ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ഫുൾ മണ്ഡലയുടെ ഉള്ളിൽ തന്നെ മൾട്ടിപ്പിൾ സർക്കിൾസ് ഹാഫ് സർക്കിൾസ് ഒക്കെ വരുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ അതിന് കൊണ്ട് ഡ്രോ ദ ഫൈനൽ ആർക്ക് കേട്ടോ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ലെയർ ഓഫ് മണ്ഡല. ഇതിൻ്റെ ഉള്ളിലാണ് ഇനി ചെറിയ ചെറിയ സബ് ഫോർമേഷൻസ് ഒക്കെ ആയിട്ട് വരിക. അപ്പോൾ അതൊരു 2 ലെയറായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയൊരു 2 ലെയേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഇതൊരു ബോർഡറാണ്. ഈ 2 ലൈൻസ് കാണുന്നത് ബോർഡറാണ്. ആ ബോർഡറിൻ്റെ ഉള്ളിലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളത് വരുന്നത്. പക്ഷെ നമുക്ക് സ്റ്റാർട്ട് ഈ ഒരു പോയിന്റിൽ കേട്ടോ. ഇവിടെ ഞാനൊരു റാൻഡം പോയിന്റ് എടുത്തിട്ടുണ്ട്. ഒരു 3 സെൻറ്റർ അല്ല, സെൻറ്ററിൻ്റെ അപ്പുറത്തായിട്ട്. ആൻഡ് ഞാൻ അവിടെ ഒരു ലെയർ വരച്ചു. ദിസ് ഇസ് 1. അതിൻ്റെ സെക്കൻഡ് ലെയർ കുറച്ച് വീതി വിട്ടിട്ട് തേർഡ് ലെയറിനൊരു ബോർഡർ, ഫോർത്ത് ലെയറിനൊരു ബോർഡർ കൊടുത്തു. ഇനി ഈ പോയിന്റിനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഞാൻ ചെറിയ ഈ ഒരു കോർണറിൽ കേട്ടോ, ഇവിടെ 1. എല്ലാത്തിനും ബോർഡേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാ ലെയറിനും ചെറിയ ചെറിയ ബോർഡേഴ്സ് ഉണ്ട്, കുറച്ചും കൂടെ വീതിയിൽ. ആൻഡ് അതിനും ഒരു ചെറിയ ബോർഡർ. തേർഡ് ലെയറിന് ഒരു ചെറിയ ബോർഡർ. ആൻഡ് ഫോർത്ത് ലെയർ. നമുക്ക് ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി റെസ്റ്റ് നമുക്ക് വരയ്ക്കാം. ഞാൻ ഈ പോയിന്റ് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. എന്താ അവിടെ ഫ്ലോറൽ പെറ്റൽ വരയ്ക്കുക. നമുക്ക് ഇത്ര പെറ്റൽ ഇവിടെ തികയുള്ളൂ. ആൻഡ് ഞാൻ ആ ലെയർ ക്ലോസ് ചെയ്തെടുത്തു. ഇവിടെ നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ എവിടം വരെ വരയ്ക്കുന്നു ആ ഒരു പോയിന്റ്സ് മാത്രം. ഇത്രയും വരച്ചു. ഇനി അടുത്ത ലെയർ ഞാൻ ഈ ഒരു ഫുൾ വരച്ചു കൊടുക്കുകയാണ്. കാരണം കൺഫ്യൂഷൻ വേണ്ട, അവിടം വരെ നമുക്ക് ചെയ്യാനുണ്ട്. ഇനി ഇവിടെ ഒരിത്തിരി കേർവ്ഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ്. എക്സാക്ട് ട്രയാങ്കിൾസ് അല്ല, ഇങ്ങനെ പെറ്റൽ പോലെ വരുന്ന ട്രയാങ്കിൾസ് വരച്ചു. ഇനി ആ ട്രയാങ്കിൾസിൻ്റെ സെൻറ്ററിൽ നമുക്കിങ്ങനെ ലൈൻസ് വരച്ചു. അറ്റത്തെണ്ണേന് ആവശ്യമില്ല. ഇനി ഇതിൽ ഇങ്ങനത്തെ പാറ്റേൺ ആണ് വരുന്നത്. ഇനി നമുക്ക് ഈ സൈഡിലുള്ള ഫില്ലിങ്സ് തുടങ്ങാം. ഓക്കെ, ഒരു പോർഷൻ എത്തി. ഇനി അതിൻ്റെ ഫില്ലിങ്സ് പറയുമ്പോൾ ഇവിടെ ഞാൻ റെഡാണ് കൊടുക്കുന്നത്. ഈ ചെറിയ ഗ്യാപ്പിൽ, മുകളിലത്തെ ഗ്യാപ്പിൽ കേട്ടോ. അപ്പോൾ അവിടെ റെഡ് കൊടുക്കുമ്പോൾ ഇനി അടുത്ത ഉള്ളിൽ ചെറിയ ചെറിയ സർക്കിൾസ് കൊടുക്കണം. ഇത് മുഴുവൻ നമ്മൾ റെഡ് ക്രീമിലാണ്.
ഈ ഒരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പും നമുക്ക് റെഡ് തന്നെ ഫില്ല് ചെയ്യും. ഇനി ഇതാണ്, ഇനി ഇതിൻ്റെ എല്ലാം ഇവിടെ ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കും. റൈറ്റ് ഹാൻഡ് സൈഡിലോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോ ഏത് സൈഡിലായാലും കുഴപ്പമില്ല, പക്ഷെ അത് കണ്ടിന്യൂ ആയിട്ട് എല്ലാത്തിലും അതേ സൈഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം കേട്ടോ. ഇനി ഇതിനെയും നമ്മൾ ഹാഫാക്കി ഡിവൈഡ് ചെയ്യണം. ഈ ഓരോ ഗ്യാപ്പിനെയും ഹാഫായി ഡിവൈഡ് ചെയ്താൽ മതി. ഇനി അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ റെഡ് ഫിൽ ചെയ്യും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സർക്കിൾ സെറ്റ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി അടുത്തതിൽ പോകുമ്പോൾ നമുക്ക് പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് ലൈൻ ചെയ്തു, ഇവിടെ ഫസ്റ്റ് ബോർഡേഴ്സ് ഇട്ട് കൊടുക്കും. ഇതിൻ്റെ ഉള്ളിലാണ് ഓരോരോ ലെയേഴ്സും വരുന്നത്. അപ്പോൾ ആ ലെയർ ബൈ ലെയർ ഫസ്റ്റ് നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ വരച്ചിട്ടില്ലേ, ഇത്രയും ബോർഡേഴ്സാണ് കേട്ടോ. ഇത്രയും ബോർഡർ വരച്ച് ഇനി ഇതിൻ്റെ ഉള്ളിലാണ് അടുത്ത സെറ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ഈ ഒരു പോയിന്റിന് ഈ ഒരു സിംഗിൾ പോയിന്റിന് കേട്ടോ ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കും. ഇനി ആ ലൈൻസിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ലൈറ്റ് ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ അവിടെ ലൈൻസും ഉണ്ട്, പക്ഷെ കളർ ഫില്ലിങ്ങും ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പോലെ കുറച്ചും കൂടെ ലോങ് ആയിട്ടുള്ളത് ഇങ്ങനെ വരുന്നത് കേട്ടോ, പൂ പോലെ, പൂവിൻ്റെ ഇതള പോലെ വരും. ഇനി അതിലും ലൈൻസ് ആണ് കൊടുക്കുന്നത്. ബട്ട് ഐ എം നോട്ട് സോ ഹാപ്പി വിത്ത് ദ ലൈൻസ്. അതുകൊണ്ട് ഞാൻ എന്താ ഇങ്ങനെ ചെറിയ ഗ്യാപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ബ്ലാക്ക് കൊടുക്കാം, കംപ്ലീറ്റ് ബ്ലാക്ക്. ആക്ച്വലി ഐ വാസ് സപ്പോസ് ടു ഗിവ് ഇറ്റ് അവിടെ ഒരു ലൈൻസ് കൊടുക്കാം എന്നുള്ളതായിരുന്നു, പക്ഷെ അത് വിചാരിച്ച പോലെ ഭംഗിയായി വരുന്നില്ല. ആൻഡ് ഇതിൽ ഞാൻ ചെയ്യാൻ പോണേ, ഇവിടെ ഇങ്ങനെ ഗ്യാപ്പിൽ അവിടെ വൈറ്റും കാണണം എന്നാൽ ഗ്രീനും കാണണം എന്നുള്ള രീതിയിൽ ഇതേ സ്കെച്ച് വെച്ചിട്ട് ഞാൻ ലൈൻസ് കൊടുക്കാം. ചെറിയ ചെറിയ ലൈൻസ്, കുഞ്ഞു കുഞ്ഞു ലൈൻസ് ആ ഗ്യാപ്പിൽ. ഇനി നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻഡിവിജ്വൽ ആണ് കേട്ടോ. ചെറിയ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വിട്ടിട്ടാണ്, ഇടയിൽ കുഞ്ഞു ഗ്യാപ്പ് ഉണ്ടാവും. ഇനി അതിൻ്റെ ഇടയിലൊക്കെ ഒരു ലൈൻ ഒരു കുത്ത്, ഒരു ലൈൻ ഒരു കുത്ത് എന്നുള്ള രീതിയിൽ. ഇനി നമുക്ക് അവിടെ ഫില്ല് ചെയ്യണം. അതിന് മുമ്പ് മുകൾ ഭാഗം കൂടെ ഒന്ന് നമുക്ക് ഫില്ല്. അവിടെ ഞാൻ കൊടുക്കാൻ പോകുന്ന സർക്കിൾസ് ആണ്, നല്ല സർക്കിൾസ്. ഓരോന്നും കണക്റ്റഡ് ആയിട്ടുള്ള ഫ്രീ ഹാൻഡ് സർക്കിൾസ് ആണ്. ആ കേർവിനനുസരിച്ച് നമുക്ക് ഫ്രീ ഹാൻഡിൽ സർക്കിൾ വരയ്ക്കാം. കുറച്ച് ഇറഗുലർ ഷേപ്സ് ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
കാരണം അതൊരു കേർവ്ഡായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായി കിട്ടണമെന്നില്ല, നമുക്ക് കിട്ടുന്ന പോലെ. ഇനി നമുക്ക് ഫില്ല് ചെയ്തിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ഫസ്റ്റ് മുകളിൽ നിന്ന് തുടങ്ങാം. ഈ സർക്കിളിൻ്റെ ഔട്ടർ ലെയർ മുഴുവൻ നമ്മൾ ഫില്ല് ചെയ്യും. അങ്ങനെ ആ ഒരു ഗ്രീൻ ആൻഡ് റെഡ് സർക്കിൾസ് ഇസ് കംപ്ലീറ്റ്. ഇനി നമുക്ക് അടുത്ത സർക്കിൾ വരയ്ക്കണം. അപ്പം ഞാൻ ഇവിടെയാണ് അതിന് ഓപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഓപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ത്രൂ ഔട്ട് ഒറ്റ സർക്കിളാട്ടോ. കുറച്ച് ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്, ഗ്രീനിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന രീതിയിൽ. ഇവിടെ ഒരു സർക്കിൾ ഫസ്റ്റ് ലെയർ വരച്ചു. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ബോർഡർ വരയ്ക്കുന്നത് കേട്ടോ, കാരണം അത് കുറച്ച് വലിപ്പം കൂടിപ്പോയി. ഇതാണ് ഫസ്റ്റ് സർക്കിൾ. ഇത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് സർക്കിൾ. ഇനി അതിൻ്റെ ബോർഡർ വരച്ചു. ഇനി നമുക്ക് തേർഡ് സർക്കിൾ വരയ്ക്കാം. ഫോർത്ത്, ഇത് ഫിഫ്ത്ത്. അങ്ങനെ ഇതിനി അങ്ങോട്ട് ഒരു സർക്കിളാണ്. ഓൾറൈറ്റ്, പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നോക്കാം. നമ്മുടെ മെയിൻ സെൻറ്റർ ആക്ച്വലി വന്നത് ഇവിടെയാണ്, പക്ഷേ ഇപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ ഇത് ഇപ്പുറത്താണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഫസ്റ്റ് ഒരു സ്പൈറൽ വരച്ചു. അങ്ങനെ ഒരു കുഞ്ഞു സ്പൈറൽ വരച്ചു. ഈ സ്പൈറലിൻ്റെ മുകളിൽ ഞാൻ ഒരു ലെയറും കൂടെ വരച്ചിട്ട് പക്ഷെ കുഞ്ഞു കുഞ്ഞ് ഡിസൈൻസ് കൊടുക്കും. ഇനി ചെരിഞ്ഞിട്ട് കേട്ടോ, കണ്ടോ, ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഫ്ലോറൽ പെറ്റൽസ് കൊടുക്കും. ഇതാണ് ഫസ്റ്റ് ലെയർ. ഞാൻ അവിടെ റെഡാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു കംപ്ലീറ്റ് ഗ്യാപ്പുകളിൽ നമ്മൾ റെഡ് കൊടുക്കും. അപ്പോൾ ആ ഒരു സെറ്റ് കഴിഞ്ഞു. അതിൻ്റെ ഫുൾ ലെയർ വരച്ചു. ഇനി അടുത്തത് ഈ ഒരു ലെയറാണ്. ഞാൻ അതിൻ്റെ ബോർഡർ ആദ്യമേ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇനി അതിന് ഞാനിങ്ങനെ ഷാർപ്പായിട്ടുള്ള ട്രയാങ്കിൾസ് ആട്ടോ കൊടുക്കണം. ഇനി അതിൻ്റെ ഉള്ളിൽ അനദർ ലെയർ. ഇനി അതിൻ്റെയും ഉള്ളിൽ ഒരു ലെയർ.
ഇത്രയും നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഉള്ളിൽ ഫില്ലിംഗ് ടൈമാണ്. അപ്പം ഞാൻ അവിടെ ഗ്രീനാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മുകളിലത്തെ ഒരു ലെയർ വരുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടുള്ള ലൈൻസ് കേട്ടോ, ചെരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ലെയർ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലെയറിലേക്ക് പോകാം. നെക്സ്റ്റ് ലെയറിൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള ഡിസൈനില്ലേ, നമ്മൾ ഈ മോസ്കുകളിലും അമ്പലങ്ങളിലൊക്കെ കാണുന്ന ഈ ലോട്ടസിൻ്റെയൊക്കെ പെറ്റൽ പോലത്തെ നമ്മൾ മുന്നേ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ കേർവ്ഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസ്. ഞാനതിൽ 1 2 3 അങ്ങനെ 3 പെറ്റൽ കേട്ടോ, ഒരെണ്ണം സെൻറ്ററിൽ, 2 എണ്ണം ഓരോ സൈഡിലേക്ക്. നമ്മൾ വരച്ചു. ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ ഡിസൈൻ തന്നെ തിരിച്ചിട്ടും വരയ്ക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന്, ഇവിടെ ഇങ്ങനെ ചെറിയ ഓരോന്ന് മാത്രം വരച്ചു കൊടുക്കും. അതൊരു ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ളതായിട്ടുണ്ട്. ഇനി അത് ഒരേ ലെയറിൽ തന്നെ നമ്മൾ 2 കളേഴ്സ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ഗ്രീൻ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, ഇവിടെയും റെഡാണ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡ് കൊടുക്കും. ആൻഡ് പുറത്തുള്ള ലെയറിൽ നമ്മൾ ഗ്രീൻ കൊടുക്കും. ഇങ്ങനെ നമുക്കതൊന്ന് ഫുൾ ഫില്ല് ചെയ്തെടുക്കാം. കുറച്ച് ടൈം എടുക്കും.
സ്റ്റാർട്ടിങ് കേട്ടോ. My rate is actually running out. അപ്പോൾ ഇത് ഫുൾ റൺ ഔട്ട് ആവുന്നതിന് മുന്നേ എനിക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. റെഡ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ പോർഷൻ കൊടുക്കാം. ഈ റെഡ്, ഡാർക്ക് ബ്ലൂ, ബ്ലാക്ക് നമ്മളെ മണ്ടലയൊക്കെ നിറയെ വരയ്ക്കുന്നവർക്ക് സ്ഥിരമായി പെട്ടെന്ന് തീരുന്ന കളേഴ്സാണ്. ഐ വുഡ് സേ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് റെഡ്, ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ്. കാരണം ഐ ഹാവ് ഇങ്ക് പെൻസ്. അപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ ഇങ്ക് പെൻ വെച്ച് വരയ്ക്കുമ്പോൾ ഫീലിങ്സ് കൊടുക്കാൻ ഈ കളർ സ്കെച്ച് യൂസ് ചെയ്യും. അപ്പോൾ എൻ്റെ ആ പർട്ടിക്കുലർ കളർ സ്കെച്ചസൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. ലൈറ്റ് ഗ്രീൻ, ബ്രൗണൊക്കെ ഞാൻ ഏറ്റവും ലീസ്റ്റ് യൂസ് ചെയ്യുന്ന കളേഴ്സാണ്. സോ അതിൻ്റെ അതെല്ലാം ആ ഒരു പാക്കറ്റിൽ എല്ലാ കളറ് റൺ ഔട്ട് ആയാലും ഇത് മാത്രം ഉണ്ടാവും എനിക്ക്. ഓക്കെ, സോ നമ്മൾ ആ ഒരു ഫുൾ ലെയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് ലെയറിലേക്ക് പോകാം. ഇനി നെക്സ്റ്റ് ലെയർ നമ്മൾ ഇവിടെ നിന്ന് വരയ്ക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഈ ബോർഡറും കൂടെ ഒന്ന് വരച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് ഒരെണ്ണം, ഇതിൻ്റെ ഉള്ളിൽ അടുത്ത ഡിസൈൻ കൊടുക്കുന്നത് കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മളിതിൽ എന്താ വരയ്ക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റായിട്ട് വരയ്ക്കാം. നമുക്കിതാ ഇങ്ങനൊരു ലീഫ് വരയ്ക്കുന്നു, അവിടെ നിന്ന് അടുത്ത ലീഫ് വരയ്ക്കുന്നു, എന്നിട്ട് സെൻറ്ററിൽ വെച്ച് ഒരു ഓ പോലെ കേട്ടോ. ഇങ്ങനൊരു ലീഫ്. നമുക്ക് ആദ്യം ഈ ലീവ്സ് വരയ്ക്കാം. ഇങ്ങനെ വേണേ ആ ലീവ്സ് വരയ്ക്കാൻ. ഇവിടെ ആകുമ്പോൾ പകുതി വരില്ല, പകുതി ഉണ്ടാവുള്ളൂ. നമുക്കത് അത്രയും വരച്ചാൽ മതി. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക്
എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നടുവിലത്തേക്ക് 0 പോലത്തെ വട്ടം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് ഫില്ല് ചെയ്ത് വൃത്തിയേടാക്കുന്നില്ല, കാരണം നമ്മൾ മറ്റ് ലെയേഴ്സിലൊക്കെ നിറയ്ക്കണം. അപ്പോൾ ഈ 0ൻ്റെ ഉള്ളിൽ മാത്രം കേട്ടോ റെഡ് കൊടുക്കണം. 0 അല്ല, ഈ സർക്കിളിൻ്റെ ഉള്ളിൽ, സോറി. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ അവിടെ മാത്രം കൊടുക്കുന്നതിൻ്റെ അനദർ റീസൺ ഇസ് മൈ റെഡ് ഇസ് ഓൾമോസ്റ്റ് ഗോൺ. ഞാൻ ഐ എം ജസ്റ്റ് ചെക്കിങ് വേറെ റെഡ് കളർ ഉണ്ടോ. എന്നാലും ഐ ക്യാൻ സേ ഞാനൊരു സ്കെച്ച് മാക്സിമം യൂസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ആ ലെയർ ഓഫ് റെഡ് ഇസ് ഓവർ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ലെയർ. നെക്സ്റ്റ് ലെയർ ഇസ് എ ഫൈനൽ ലെയർ കേട്ടോ. ഫൈനൽ ലെയറിൽ ഞാൻ ഇതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോഴേ നമുക്ക് ആ ഒരു കംപ്ലീറ്റ്നെസ് അറിയാൻ പറ്റുള്ളൂ. ബാക്കി ഞാൻ ഇങ്ങനെ സെൻറ്ററിലൊരു ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത് നമ്മൾ എപ്പോഴും വരയ്ക്കാറുള്ള പോലത്തെ ഫ്ലോറൽ ഡിസൈൻ, ഇത് പെറ്റൽ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെറുതാക്കി വരികയാണ്. നമ്മുടെ മറ്റ് മണ്ഡലകൾ വരച്ചിട്ടുള്ളവർക്ക് ദിസ് വുഡ് ബി ഈസി, കാരണം ഞാൻ എപ്പോഴും എല്ലാത്തിനും കൊടുക്കുന്ന ഒരു ഡിസൈൻ. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രിൻറ്റ് ടു ഗിവ്. ഇറ്റ് ഇസ് വെരി ഈസി ഓൾസോ വരയ്ക്കാൻ. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് ഇതിൻ്റെയൊക്കെ സെൻറ്ററിൽ ഒരു ലൈനിടെ കുത്തുക. ലൈൻസ് എല്ലാത്തിനും കേട്ടോ. കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രീൻ ഫില്ല് ചെയ്യാനുള്ള സ്പേസും ഒപ്പം ഈ ബോർഡറും ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. ഒറ്റ സ്ട്രെച്ച് വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ നിർത്തി വരച്ചാൽ മതി കേട്ടോ. ആ ഒരു സർക്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ ചെയ്യാം. അപ്പോൾ ഗ്രീൻ കൊടുക്കുന്നത് ഈ ഗ്യാപ്പുകളിലൊക്കെയാണ്. ഇനി നിങ്ങൾക്കിത് വേറെ ഏതെങ്കിലും കളർ കോമ്പിനേഷനിൽ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ് ഓൾസോ. ഞാനത് ആദ്യമേ പറയേണ്ടത്, ഞാൻ വരയ്ക്കുന്ന എല്ലാം നിങ്ങൾ അതേ കളേഴ്സ് യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കയ്യിൽ ഏതാണോ കളർ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഈ ഒരു സ്റ്റൈലിലുള്ള മണ്ഡല നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. That's all for today, and we'll see you with the next mandala soon. Thank you.